നമസ്കാരം. ലോകത്ത് തന്നെ ഏറ്റവും സെക്യുലറായ രാജ്യങ്ങളിലൊന്നാണ് ഫ്രാൻസ് എന്ന് നമുക്കറിയാം. അതേ ഫ്രാൻസ് തന്നെ ഇപ്പോൾ സുരക്ഷാ ഭീഷണികളെ ഭയപ്പെട്ടുകൊണ്ട് 25,000-ഓളം ഇസ്ലാമിക മത തീവ്രവാദികളെ നാട് കടത്താൻ ഒരുങ്ങുകയാണ്. മനുഷ്യത്വത്തിന്റെ പേരിൽ കുടിയേറാൻ അനുവദിച്ചവർ തന്നെ രാജ്യത്തേക്ക് പിന്നീട് ഒരു നാശം വിതയ്ക്കുന്നത് കണ്ടതിന് ശേഷമാണ് ഫ്രാൻസിന്റെ ഭരണകൂടം ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. ഈ മാസം മൗലവിമാരടക്കം 25,000-ഓളം ഇസ്ലാമിക തീവ്രവാദികളെ പുറത്താക്കും എന്ന് തന്നെയാണ് ഫ്രാൻസ് അറിയിച്ചിരിക്കുന്നത്. കുടിയേറ്റക്കാരിൽ പാകിസ്ഥാൻ, ഇറാഖ്, സിറിയ, ടുണീഷ്യ, ലിബിയ, ഈജിപ്ത്, മൊറോക്കോ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഉൾപ്പെടുന്നുണ്ട്. രാജ്യത്ത് ഇതിനകം തന്നെ നാശം സൃഷ്ടിച്ച നിരവധി മത തീവ്രവാദികളെ ഫ്രാൻസ് ഭീഷണിയായി കണ്ടിട്ടുണ്ടായിരുന്നു. വർഷവും 38,000-ഓളം കുടിയേറ്റക്കാരെ സ്വീകരിക്കുന്ന ഒരു നയമുണ്ടായിരുന്ന ഫ്രാൻസിനാണ് ഇപ്പോൾ ഈ ദുരവസ്ഥ വന്നിരിക്കുന്നത്. പാകിസ്ഥാനികളും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള മത തീവ്രവാദികളും ഫ്രാൻസിലെ പൗരന്മാരുടെ ജീവിതം വളരെ ദുസ്സഹമാക്കുന്നു എന്ന് തന്നെയാണ് അവരുടെ റിപ്പോർട്ടിൽ പറയുന്നത്. സ്ത്രീ സുരക്ഷയും അപകടത്തിലാണ്. അതുകൂടാതെ കവർച്ച, ബലാത്സംഗം, കൊലപാതകം തുടങ്ങിയ കുറ്റകൃത്യങ്ങളും രാജ്യത്ത് ക്രമാതീതമായി തന്നെ വർദ്ധിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇസ്ലാമിന്റെ അവകാശങ്ങൾ, അതിനോടൊപ്പം ഇസ്ലാമിക നിയമമായ ശരീഅത്തിന്റെ നടപ്പാക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിസ്റ്റുകൾ അക്രമാസക്തമായ നിരവധി പ്രകടനങ്ങൾ ഇതിനോടകം തന്നെ രാജ്യത്ത് നടത്തിയിട്ടുമുണ്ട്. ഫ്രാൻസിന്റെ ഈ കർശന നടപടികൾ കണ്ട് മറ്റ് ചില യൂറോപ്യൻ രാജ്യങ്ങളും തെറ്റായ വഴികളിലൂടെ രാജ്യത്തേക്ക് വരുന്ന കുടിയേറ്റക്കാരെ നിയന്ത്രിക്കാൻ നടപടി സ്വീകരിക്കുന്നുണ്ട് താനും. ബ്രിട്ടനും റുവാണ്ടൻ അഭയാർത്ഥികൾക്കെതിരെ ഇത്തരത്തിലുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ മത പണ്ഡിതന്മാരെ കൂട്ടത്തോടെ ഫ്രാൻസ് പുറത്താക്കുന്ന ഒരു കാഴ്ചയ്ക്കാണ് ഇനി ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇതിനോടകം തന്നെ ഫ്രാൻസിലെ സ്കൂളുകളിലടക്കം മതചിഹ്നങ്ങൾ ധരിച്ചുകൊണ്ട് കുട്ടികൾ എത്തുന്നത് പോലും ഫ്രാൻസ് വിലക്കിയിട്ടുണ്ടായിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇവരെ പുറത്താക്കുന്ന നടപടിയിലേക്ക് ഭരണകൂടം കടന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.